ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ശാലി കേൾക്കാമോ? ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും KSUവും തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ്. KSU ഉന്നയിച്ച വിമർശനങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി VD സതീശൻ തള്ളിയിരുന്നു. മുഖ്യമന്ത്രിയുടെ സമീപനം തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് KSU സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതുവികാരം. ശാലി, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് സേക്രഡ് ഹാർട്ട് കോളേജിലെ ഒരു ചടങ്ങിൽ ഈ KSU സംസ്ഥാന അധ്യക്ഷന് മുഖം കൊടുക്കാതെ VD സതീശൻ തന്റെ പ്രീതി, ആ ഒരു അസ്വസ്ഥത പ്രകടമാക്കിയത്. ആ ഒരു തുടർച്ച ഈ KSU മുഖ്യമന്ത്രി പോരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം സതീഷിനെതിരെ പടയൊരുക്കങ്ങൾ പല രീതിയിൽ നമ്മൾ പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവജനങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ VD സതീഷിനെതിരെ തിരിയുന്ന കാഴ്ച കണ്ടിട്ടുള്ളത്. അത് പ്രധാനമായും ഈ സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് KSUവും VD സതീശനും തമ്മിലൊരു നേർക്കുനേർ യുദ്ധത്തിലേക്കും വാക്പോരിലേക്കും ഒക്കെ എത്തുന്നത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ നടന്നൊരു പരിപാടിയിൽ, ആ പരിപാടിയിൽ VD സതീശൻ പങ്കെടുക്കുന്ന ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ്. അവിടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യം മുതൽ തന്നെ ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായും ഈ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ മടങ്ങുമ്പോൾ സേവ്യറിനെ കണ്ടിട്ട് പോലും ഒരു പരിചയമോ അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനാ പ്രതിനിധിയാണ് എന്ന് പോലുമുള്ള പരിഗണന നൽകാത്തതിൽ സേവ്യർ പിന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പല യുവജന നേതാക്കന്മാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിനിധികൾ VD സതീശിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. മറുഭാഗത്ത് VD സതീശിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം യുവജന സംഘടനാ പ്രതിനിധികൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊരു യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണ്. അല്പസമയം മുമ്പും സമാനമായി KSUവിന്റെ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം പാലം കടക്കുവോളം കൂരായണ, അല്ലെങ്കിൽ പാലം കടന്നതിന് മുൻപ് നാരായണ ജപിച്ച് നടന്നവർ ഇപ്പോൾ പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ ജപിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് VD സതീശൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് KSUവിന്റെ ചില പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ചില വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് നിലപാടെടുക്കുകയും ഒറ്റയ്ക്ക് താനാണ് ഏകാധിപതി എന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്ത VD സതീശിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന്, മുന്നണിക്കുള്ളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില നിർണായക ഫയലുകളിൽ ഒപ്പുവയ്ക്കുന്നത്, ചില നിർണായക നിയമനങ്ങൾ നടത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU കൂടി VD സതീശിനെതിരെ തിരിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്നതാണ്. കാരണം ഒരു മുഖ്യമന്ത്രിക്കെതിരെ അതേ മുഖ്യമന്ത്രിയുടെ മുന്നണിക്കുള്ളിലെ ഒരു യുവജന സംഘടന ഇത്രയധികം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ ആ വാക്പോര് ചർച്ച അത് വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് ഇറങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ മുമ്പ് കണ്ടതാണ്, VD സതീശിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരൊക്കെ VD സതീശിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന സാഹചര്യം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും KSU VD സതീശൻ പോര് അത് രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങളിലേക്കും വഴിതിരിയുകയാണ് KP.